നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 50 കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷന്റെ ആതിഥേയനും അധ്യക്ഷനുമായ രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യയാണ്. അപ്പോൾ 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷന്റെ ആതിഥേയനും അധ്യക്ഷനുമായ രാജ്യമാണ് ഏത്? ഇന്ത്യ. അപ്പോൾ 46ാമത് സെക്ഷൻ ഇന്ത്യൻ യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷൻ എവിടെയാണ് നടന്നത്? ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. 21 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന ലോക പൈതൃക സമിതി ആഗോള സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തെ അംഗീകരിക്കുന്നതിനായി വർഷം തോറും ഒത്തുകൂടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ 21 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷനിൽ പങ്കെടുത്തത്. അപ്പോൾ 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷന്റെ ആതിഥേയനും അധ്യക്ഷനുമായ രാജ്യമേതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനം എവിടെയാണ് നടന്നത്? അബുദാബി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനം നടന്നത് അബുദാബിയിലാണ്. നേപ്പാൾ ഇന്ത്യ അന്താരാഷ്ട്ര സംസ്കൃത കോൺക്ലേവ് നടന്നത് എവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡു. നേപ്പാൾ ഇന്ത്യ അന്താരാഷ്ട്ര സംസ്കൃത കോൺക്ലേവ് നടന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. സുഡാനു വേണ്ടി ഒരു അന്താരാഷ്ട്ര മാനുഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? പാരീസിലാണ്. അപ്പോൾ സുഡാനു വേണ്ടി ഒരു അന്താരാഷ്ട്ര മാനുഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? പാരീസ്. 2024 ഓഷ്യൻ ദശക സമ്മേളനം എവിടെയാണ് നടന്നത്? സ്പെയിനിലെ ബാഴ്സലോണയിലാണ്. അപ്പോൾ 2024 ഓഷ്യൻ ദശക സമ്മേളനം നടന്നത് എവിടെയാണ്? സ്പെയിൻ, ബാഴ്സലോണ. 2024 ബാഴ്സലോണയിൽ നടന്ന സമുദ്ര ദശാബ്ദ സമ്മേളനത്തിൽ ആഴക്കടൽ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിനായി ഒരു പ്രദേശ നിർദ്ദിഷ്ട സമുദ്ര നിരീക്ഷണ കേന്ദ്രം ഇന്ത്യ നിർദ്ദേശിച്ചു. എന്തായിരുന്നു ഇതിന്റെ തീം? എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമുദ്രത്തിന് ആവശ്യമായ ശാസ്ത്രം എത്തിക്കുന്നു എന്നതായിരുന്നു പ്രമേയം. അപ്പോൾ 2024 ഓഷ്യൻ ദശക സമ്മേളനത്തിന്റെ പ്രമേയം എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമുദ്രത്തിന് ആവശ്യമായ ശാസ്ത്രം എത്തിക്കുന്നു എന്നതാണ് 2024 ഓഷ്യൻ ദശക സമ്മേളനത്തിന്റെ പ്രമേയം. അപ്പോൾ 2024 ഓഷ്യൻ ദശക സമ്മേളനം എവിടെയാണ് നടന്നത്? സ്പെയിനിലെ ബാഴ്സലോണ. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ എത്തനോൾ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 3ാം സ്ഥാനമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ എത്തനോൾ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 3ാം സ്ഥാനമാണ്. പ്രധാനമായും കരിമ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ 3ാമത്തെ വലിയ ഉപഭോക്താവായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇത് എടുത്തു പറഞ്ഞത്. ഇന്ത്യയുടെ ഊർജ സ്വാതന്ത്ര്യം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ പോലുള്ള സംരംഭങ്ങൾക്കൊപ്പം പുനരുപയോഗ ഊർജ ഭൂപ്രകൃതിയുടെ സുപ്രധാന സംഭാവകരായി ഇവരെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ എത്തനോൾ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാം സ്ഥാനമാണ്. ഉപഗ്രഹ ശിഥിലീകരണ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ ഡ്രാക്കോ മിഷൻ അടുത്തിടെ പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏതാണ്? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി.
ഉപഗ്രഹ ശിഥിലീകരണ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ ഡ്രാക്കോ മിഷൻ അടുത്തിടെ പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏതാണ്? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ആനശല്യം നിയന്ത്രിക്കുന്നതിന് പരിശീലനം ലഭിച്ച ആനകളെ വിന്യസിക്കാൻ അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശും കർണാടകയുമാണ്. അപ്പോൾ ആനശല്യം നിയന്ത്രിക്കുന്നതിന് പരിശീലനം ലഭിച്ച ആനകളെ വിന്യസിക്കാൻ അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശും കർണാടകയും. ഏത് മന്ത്രാലയമാണ് ജലത്തിന്റെ കാര്യക്ഷമമായ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽഹി അമൃത് പ്രോഗ്രാം ആരംഭിച്ചത്? ഭവന നഗരകാര്യ മന്ത്രാലയം. അപ്പോൾ ജൽഹി അമൃത് പ്രോഗ്രാം ആരംഭിച്ചത് ഭവന നഗരകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ ജലത്തിന്റെ കാര്യക്ഷമമായ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പ്രോഗ്രാം ഏതാണ്? ജൽഹി അമൃത്. അപ്പോൾ ഈ ജൽഹി അമൃത് പ്രോഗ്രാം ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? ഭവന നഗരകാര്യ മന്ത്രാലയമാണ്. പ്ലൂട്ടോയുടെ ഏത് ഉപഗ്രഹത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ വാതകങ്ങൾ അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ വാതകങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് പ്ലൂട്ടോയുടെ ഏത് ഉപഗ്രഹത്തിലാണ്? ചാരോൺ. അപ്പോൾ പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഏത്? ചാരോൺ. പ്ലൂട്ടോയുടെ ഏത് ഉപഗ്രഹത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ വാതകങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? ചാരോൺ. കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കവാൽ ടൈഗർ റിസർവ് എവിടെയാണ്? തെലുങ്കാനയിലാണ്. അപ്പോൾ കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ്. തെലുങ്കാനയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗോദാവരി നദിയുടെ തീരത്താണ് കവാൽ കടുവ സങ്കേതം. അപ്പോൾ കവാൽ കടുവ സങ്കേതം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദി. അപ്പോൾ ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കടുവ സങ്കേതം ഏതാണ്? കവാൽ കടുവ സങ്കേതം. സഹ്യാദ്രി പർവ്വത നിരകളിൽ 2015 ചതുരശ്ര കിലോമീറ്ററിലാണ് ഏത് ടൈഗർ റിസർവ് ഉള്ളത്? കവാൽ ടൈഗർ റിസർവ്. അപ്പോൾ കവാൽ ടൈഗർ റിസർവിന്റെ 2015 ചതുരശ്ര കിലോമീറ്റർ ആണ് ഏതിനുള്ളത്? കവാൽ ടൈഗർ റിസർവിന് ഉള്ളത്. കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലുങ്കാനയാണ്. ഏത് നദിയുടെ തീരത്താണ് കവാൽ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദിയുടെ തീരത്താണ്. മഹാരാഷ്ട്രയിലെ തഡോബ അന്താരിയിലേക്കും ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതിയിലേക്കും ബന്ധിപ്പിക്കുന്ന സെൻട്രൽ ഇന്ത്യൻ ടൈഗർ ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ഇന്ദ്രാവതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2 പേർക്കാണ്. ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനുമാണ്. അപ്പോൾ 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനുമാണ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗിലെ തകർപ്പൻ പ്രവർത്തനത്തിനാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനും ലഭിച്ചത്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗിലെ പ്രവർത്തനത്തിനാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആർക്കൊക്കെ ലഭിച്ചത്? ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനും ലഭിച്ചത്. ഡാറ്റയിൽ നിന്ന് പഠിക്കുന്ന സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശാഖയാണ് മെഷീൻ ലേണിംഗ്. കൂടുതൽ അനുഭവം നേടുന്നതിനനുസരിച്ച് പൊരുത്തപ്പെടാനും മെച്ചപ്പെടുത്താനും ML സിസ്റ്റങ്ങളെ പ്രാപ്തമാക്കുന്നു. MLലെ അൽഗോരിതങ്ങൾ ഡാറ്റയിലെ ബന്ധങ്ങളും പാറ്റേണുകളും തിരിച്ചറിയുകയും പ്രവചനങ്ങൾ നടത്തുകയും വിവരങ്ങൾ തരംതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനും ലഭിച്ചത് എന്തിനാണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗിലെ പ്രവർത്തനത്തിനാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനും ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ലോക ആവാസ ദിനത്തിന്റെ തീം എന്താണ്?
ഒരു മികച്ച നഗരഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ആകർഷിക്കുന്നു. അപ്പോൾ 2024 ലോക ആവാസ ദിനത്തിന്റെ തീം എന്താണ്? ഒരു മികച്ച നഗരഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ആകർഷിക്കുന്നു. ലോക ആവാസ ദിനം ആദ്യമായിട്ട് ആചരിച്ചത് 1985 അപ്പോൾ ലോക ആവാസ ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ്? 1985 ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ആഘോഷിക്കുന്നത്. ഒക്ടോബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ആഘോഷിക്കപ്പെടുന്നത്. ഈ വർഷം ഒക്ടോബർ 7 ലോക ആവാസ ദിനം ആചരിച്ചത്. അപ്പോൾ ലോക ആവാസ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഒരു മികച്ച നഗരഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ആകർഷിക്കുന്നു. മികച്ച നഗരഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ഇടപഴകുക എന്നതാണ് 2024 തീം. ഇന്നത്തെയും ഭാവിയിലെയും ചുറ്റുപാടുകൾ ആസൂത്രണം ചെയ്യുന്നതിൽ യുവാക്കളെ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ലോക ആവാസ ദിനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇന്നത്തെയും ഭാവിയിലെയും ചുറ്റുപാടുകൾ ആസൂത്രണം ചെയ്യുന്നതിൽ യുവാക്കളെ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ലോക ആവാസ ദിനം ആദ്യമായി ആചരിച്ചതെന്നാണ്? 1985 2024 ലോക ആവാസ ദിനം ആചരിച്ചത് എന്നാണ്? ഒക്ടോബർ 7 ആചരിച്ചത്. അന്നഭാഗ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? അന്നഭാഗ്യ പദ്ധതി കർണാടകയാണ്. അപ്പോൾ അന്നഭാഗ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അപ്പോൾ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. 5ാമത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിംപോസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ 5ാമത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിംപോസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ന്യൂഡൽഹി. ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം എവിടെയാണ്? കർണാടക. അന്നഭാഗ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ട്രെയിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ട്രെയിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അന്താരാഷ്ട്ര മെഥനോൾ സെമിനാറും എക്സ്പോ 2024 സംഘടിപ്പിച്ചതും ഏത് സ്ഥാപനമാണ്? അന്താരാഷ്ട്ര മെഥനോൾ സെമിനാറും എക്സ്പോ 2024 സംഘടിപ്പിച്ചതും ഏത് സ്ഥാപനമാണ്? നീതി ആയോഗ്. നീതി ആയോഗ് ന്യൂഡൽഹിയിൽ ദ്വിദിന അന്താരാഷ്ട്ര മെഥനോൾ സെമിനാറും എക്സ്പോ 2024 സംഘടിപ്പിച്ചു. ഊർജ സംക്രമണത്തിനും ഗ്രീൻ ഷിപ്പിംഗിൽ കുറഞ്ഞ കാർബൺ ഇന്ധനമായും മെഥനോളിന്റെ പങ്ക് ഈ സെമിനാർ എടുത്തുകാട്ടി. കാരക്കോറം വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ കാരക്കോറം വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ്. കാരക്കോറം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ലഡാക്കിലെ ലേ ജില്ലയിലെ കാരക്കോറം ശ്രേണിയുടെ കിഴക്കേ അറ്റത്താണ് KWS സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലഡാക്കിലെ ലേ ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗമാണിത്. വടക്ക് ചൈനയുടെയും പടിഞ്ഞാറ് പാകിസ്ഥാന്റെയും അന്താരാഷ്ട്ര അതിർത്തികളിലാണ് ഈ വന്യജീവി സങ്കേതം. അപ്പോൾ ചൈനയുടെയും പടിഞ്ഞാറ് പാകിസ്ഥാന്റെയും അന്താരാഷ്ട്ര അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കാരക്കോറം വന്യജീവി സങ്കേതമാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലെ ലേ ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യാഴ്സ് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? റഷ്യ. അപ്പോൾ യാഴ്സ് മിസൈൽ വികസിപ്പിച്ച രാജ്യം ഏത്? റഷ്യ. 2024 ലോക ഓസ്റ്റിയോപൊറോസിസ് ദിനത്തിന്റെ തീം എന്താണ്? ദുർബലമായ എല്ലുകളോട് നോ പറയുക. അപ്പോൾ 2024 ലോക ഓസ്റ്റിയോപൊറോസിസ് ദിനത്തിന്റെ തീം എന്താണ്? ദുർബലമായ എല്ലുകളോട് നോ പറയുക. ICC വനിതാ T20 ലോകകപ്പ് നേടിയ രാജ്യം ന്യൂസിലൻഡ്. 2024 അപ്പോൾ ICC വനിതാ T20 ലോകകപ്പ് 2024 നേടിയ രാജ്യം ഏതാണ്? ന്യൂസിലൻഡ്.
16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 എവിടെയാണ് നടന്നത്? റഷ്യയിലാണ്. റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. എത്രാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് 2024 നടന്നത്? 16ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് നടന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളായിരുന്നു ആദ്യം ബ്രിക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രിക്സിൽ ആദ്യം ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. 2024 ബ്രിക്സിൽ 4 പുതിയ അംഗങ്ങളെ കൂടി പ്രവേശിപ്പിച്ചു. ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ 4 രാജ്യങ്ങൾ കൂടി 2024 ബ്രിക്സിൽ അംഗമായി. ബ്രിക്സ് ഇപ്പോൾ ലോക ജനസംഖ്യയുടെ പകുതിയോളം പേരെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 4/1 പ്രതിനിധീകരിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ആധിപത്യം പുലർത്തുന്ന ലോകബാങ്ക്, IMF തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് എതിരായി ഈ സംഘം പ്രവർത്തിക്കുന്നു. ബ്രിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 2001 ഗോൾഡ്മാൻ സാച്ചസ് പേപ്പറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ അവരുടെ ഉയർച്ച പ്രവചിക്കുന്നു. അപ്പോൾ എത്രാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് 2024 നടന്നത്? 16ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ്. എവിടെയാണ് നടന്നത്? റഷ്യയിലെ കസാനിലാണ്. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. 4 രാജ്യങ്ങൾ കൂടി 2024 ചേർന്നു. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE അങ്ങനെ 9 രാജ്യങ്ങളാണ് ഏതിൽ അംഗമായിട്ടുള്ളത്? ബ്രിക്സിൽ അംഗമായിട്ടുള്ളത്. ആദ്യം എത്ര രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ബ്രിക്സിൽ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക 5. ഇപ്പോൾ 2024 4 രാജ്യങ്ങൾ കൂടി. അങ്ങനെ 9 രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉള്ളത്. തെലങ്കാനയിലെ മുസി നദിയുടെ പുനരുജ്ജീവനത്തിന് മാതൃകയായി ഉപയോഗിക്കുന്ന ദക്ഷിണ കൊറിയൻ നദീ പദ്ധതി ഏതാണ്? ഹാൻ നദി. അപ്പോൾ തെലങ്കാനയിലാണ് ഏത് നദി? മുസി നദി. ഈ മുസി നദിയുടെ പുനരുജ്ജീവനത്തിന് മാതൃകയാക്കി ഉപയോഗിക്കുന്ന ദക്ഷിണ കൊറിയൻ നദീ പദ്ധതി ഏതാണ്? ഹാൻ നദി. അപ്പോൾ തെലങ്കാന ഗവൺമെന്റ് ദക്ഷിണ കൊറിയയുടെ ഗ്രേറ്റ് ഹാങ്ഗാങ് അഥവാ ഹാൻ റിവർ പദ്ധതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി മൂസി നദീതീരങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. സിയോളിലൂടെ ഒഴുകുന്ന ഹാൻ നദി. അപ്പോൾ ഹാൻ നദി എതിലൂടെയാണ് ഒഴുകുന്നത്? സിയോളിലൂടെയാണ് ഹാൻ നദി ഒഴുകുന്നത്. ദക്ഷിണ കൊറിയയിലെ 4ാമത്തെ നീളമേറിയ നദിയാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയിലെ 4ാമത്തെ നീളമേറിയ നദി ഏതാണ്? ഹാൻ നദിയാണ്. ഹാങ്ഗാങ് അഥവാ ഹാൻ നദി. കിഴക്കൻ ദക്ഷിണ കൊറിയയിലെ നംഹാൻ, ബുഖാൻ നദികളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഹാൻ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കിഴക്കൻ ദക്ഷിണ കൊറിയയിലെ നംഹാൻ, ബുഖാൻ നദികളിൽ നിന്നാണ്. സിയോളിലൂടെ ഒഴുകുന്ന ഈ നദി മഞ്ഞക്കടലിൽ പതിക്കുന്നു. ഹാൻ റിവർ മോഡലിന് സമാനമായി നദീതീരങ്ങൾ വികസിപ്പിക്കുവാൻ സ്വകാര്യ സ്ഥാപനങ്ങളെ ആകർഷിക്കുക എന്നതായിരുന്നു തെലങ്കാനയുടെ പദ്ധതി. അപ്പോൾ തെലങ്കാനയിലെ മുസി നദിയുടെ പുനരുജ്ജീവനത്തിന് മാതൃകയായി ഉപയോഗിക്കുന്ന ദക്ഷിണ കൊറിയൻ നദീ പദ്ധതി ഏതാണ്? ഹാൻ നദീ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് 2024 എവിടെയാണ് നടന്നത്? അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് 2024 എവിടെയാണ് നടന്നത്? ടിറാന, അൽബേനിയ. അൽബേനിയയിലെ ടിറാനയിലാണ് അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് 2024 നടന്നത്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച റാണി രാംപാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. അപ്പോൾ റാണി രാംപാൽ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി. ഇന്ത്യൻ ഹോക്കി ഐക്കൺ റാണി രാംപാൽ 14 വർഷത്തെ കരിയറിന് ശേഷമാണ് വിരമിച്ചത്. 14 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ടീം അംഗമായി ആര്? റാണി രാംപാൽ. ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ആരാണ്? റാണി രാംപാൽ ആണ്. ജേഴ്സി നമ്പർ എത്രയാണ്? 28. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ ചരിത്രപരമായ 4ാം സ്ഥാനത്തേക്ക് നയിച്ചതാണ് അവർ. 2017 ഏഷ്യ കപ്പ് നേടി. അപ്പോൾ റാണി രാംപാല് 2017 ഏഷ്യ കപ്പ് നേടി. 2018 ഏഷ്യൻ ഗെയിംസിലും റാണി രാംപാല് വെള്ളി മെഡൽ നേടി. അപ്പോൾ 2018 ഏഷ്യൻ ഗെയിംസിൽ റാണി രാംപാല് വെള്ളി മെഡൽ നേടി. 2016 അർജുന അവാർഡ് ലഭിച്ചു.
വേൾഡ് ഗെയിംസ് അത്ലറ്റ്സ് ഓഫ് ദി ഇയർ 2019 ലഭിച്ചു. രാജീവ് ഗാന്ധി ഖേൽരത്നയും പത്മശ്രീയും 2020 ലഭിച്ചു. അപ്പോൾ റാണി രാംപാലിന് പത്മശ്രീ അവാർഡ് ലഭിച്ചതെന്നാണ് 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചതെന്നാണ് അതും 2020 250-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ നേടുകയും 200-ലധികം ഗോളുകൾ നേടുകയും ചെയ്തു. ആര്? റാണി രാംപാൽ. അപ്പോൾ ഇന്ത്യൻ ഹോക്കി ഐക്കൺ റാണി രാംപാൽ 14 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ടീം അംഗമായിട്ടാണ് ചേർന്നത്. ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? റാണി രാംപാലാണ്. റാണി രാംപാലിന്റെ ജേഴ്സി നമ്പറാണ് 28. 2017 ഏഷ്യ കപ്പ് നേടി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ ചരിത്രപരമായ 4ാം സ്ഥാനത്തേക്ക് നയിച്ചത് ആരായിരുന്നു? റാണി രാംപാലാണ്. അർജുന അവാർഡ് ലഭിച്ചതെന്നാണ് 2016 റാണി രാംപാലിന് അർജുന അവാർഡ് ലഭിക്കുന്നത്. വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് 2019. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡും പത്മശ്രീയും റാണി രാംപാലിന് ലഭിക്കുന്നത് 2020 250-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ നേടി. ആര്? റാണി രാംപാൽ. അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ 2024 മികച്ച പൊതുഗതാഗത സംവിധാനത്തിനുള്ള നഗരം എന്ന പദവി ലഭിച്ച നഗരം ഏതാണ്? ഭുവനേശ്വർ. അപ്പോൾ അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ 2024 മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരം എന്ന പദവി ലഭിച്ചത് ഏത് നഗരത്തിനാണ്? ഭുവനേശ്വറിനാണ്. പരിസ്ഥിതി സൗഹൃദ കരകൗശല വസ്തുക്കൾക്കായി ആന്ധ്രാപ്രദേശിലെ കരകൗശല വിദഗ്ധർ ഉപയോഗിക്കുന്നത് ഏത് അധിനിവേശ സസ്യമാണ്? വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത്. അപ്പോൾ പരിസ്ഥിതി സൗഹൃദ കരകൗശല വസ്തുക്കൾക്കായി ആന്ധ്രാപ്രദേശിലെ കരകൗശല വിദഗ്ധർ ഉപയോഗിക്കുന്നത് വാട്ടർ ഹയാസിന്ത് എന്ന അധിനിവേശ സസ്യമാണ്. വാട്ടർ ഹയാസിന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് കുറ്റിച്ചൽ, തിരുവനന്തപുരം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. നമുക്ക് ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഒന്ന് ആദ്യം മുതൽ ഒന്ന് നോക്കിപ്പാം. എന്തായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ? 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷന്റെ ആതിഥേയനും അധ്യക്ഷനുമായ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനം എവിടെയാണ് നടന്നത്? അബുദാബി. നേപ്പാൾ ഇന്ത്യ അന്താരാഷ്ട്ര സംസ്കൃത കോൺക്ലേവ് എവിടെയാണ് നടന്നത്? നേപ്പാളിലെ കാഠ്മണ്ഡു. സുഡാനു വേണ്ടി ഒരു അന്താരാഷ്ട്ര മാനുഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? പാരീസ്. 2024 ഓഷ്യൻ ദശക സമ്മേളനം എവിടെയാണ് നടന്നത്? ബാഴ്സലോണിയ, സ്പെയിൻ. എന്തായിരുന്നു പ്രമേയം? നമുക്ക് ആവശ്യമുള്ള സമുദ്രത്തിന് ആവശ്യമായ ശാസ്ത്രം എത്തിക്കുന്നു. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ എത്തനോൾ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? 3ാമത്. ഉപഗ്രഹ ശിഥിലീകരണ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ ഡ്രാക്കോ മിഷൻ അടുത്തിടെ പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏതാണ്? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ആനശല്യം നിയന്ത്രിക്കുന്നതിന് പരിശീലനം ലഭിച്ച ആനകളെ വിന്യസിക്കാൻ അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശും കർണാടകയും. ഏത് മന്ത്രാലയമാണ് ജലത്തിന്റെ കാര്യക്ഷമമായ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൽഹി അമൃത് പ്രോഗ്രാം ആരംഭിച്ചത്? ഭവന നഗരകാര്യ മന്ത്രാലയം. പ്ലൂട്ടോയുടെ ഏത് ഉപഗ്രഹത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ വാതകങ്ങൾ അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? ചാരോൺ. കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാന. ഏത് നദീതീരത്താണ് കവാൽ ടൈഗർ റിസർവ്? ഗോദാവരി നദീതീരത്താണ്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്പ്ഫീൽഡ്, ജെഫ്രെ ഹിൻഡൻ. എന്തിനാണ് അവർക്ക് 2024 ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത്? കൃത്രിമ റൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിംഗിലെ പ്രവർത്തനത്തിനാണ് 2024 നോബൽ പ്രൈസ്, ഭൗതിക നോബൽ പ്രൈസ് ജോൺ ഹോപ്പ്ഫീൽഡിനും ജെഫ്രെ ഹിൻഡനും ലഭിച്ചത്.
2024 ലോക ആവാസ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഒരു മികച്ച നഗരഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ആകർഷിക്കുന്നു. അന്നഭാഗ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? കർണാടക. ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കർണാടക. 5ാമത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിംപോസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ട്രെയിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അന്താരാഷ്ട്ര മെത്തനോൾ സെമിനാറും എക്സ്പോ 2024 സംഘടിപ്പിച്ചതും ഏത് സ്ഥാപനമാണ്? നീതി ആയോഗ്. കാരക്കോറം വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ്. ലഡാക്ക് ജില്ലയിലെ കാരക്കോറം ശ്രേണിയുടെ കിഴക്കേ അറ്റത്താണ് KWS സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വടക്ക് ചൈനയുടെയും പടിഞ്ഞാറ് പാകിസ്ഥാന്റെയും അന്താരാഷ്ട്ര അതിർത്തികളായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കാരക്കോറം വന്യജീവി സങ്കേതമാണ്. യാർഡ്സ് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? റഷ്യ. 2024 ലോക ഓസ്റ്റിയോപൊറോസിസ് ദിനത്തിന്റെ തീം എന്താണ്? ദുർബലമായ എല്ലുകളോട് നോ പറയുക. ICC വനിതാ T20 ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി എവിടെ നടന്നു? റഷ്യയിലെ കസാനിൽ. 2024 ബ്രിക്സിൽ ആദ്യമായി അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? 5 രാജ്യങ്ങളാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ഇപ്പോൾ 9 രാജ്യങ്ങളാണുള്ളത്. 2024 4 രാജ്യങ്ങൾ കൂടി അംഗമായി. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. അങ്ങനെ ബ്രിക്സിലെ ആകെ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 9 അംഗരാജ്യങ്ങളാണ് എവിടെയുള്ളത്? ബ്രിക്സിൽ അംഗമായിട്ടുള്ളത്. തെലങ്കാനയിലെ മൂസി നദിയുടെ പുനരുജ്ജീവനത്തിന് മാതൃകയായി ഉപയോഗിക്കുന്ന ദക്ഷിണ കൊറിയൻ നദീ പദ്ധതി ഏതാണ്? ഹാൻ നദി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് 2024 എവിടെയാണ് നടന്നത്? ടിറാന, അൽബേനിയ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച റാണി രാംപാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. അപ്പോൾ ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് റാണി രാംപാലാണ്. റാണി രാംപാലിന്റെ ജേഴ്സി നമ്പർ എത്രയാണ്? 28. അപ്പോൾ റാണി രാംപാലിന് ഖേൽരത്ന പുരസ്കാരവും പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമാണ്? 2020 അർജുന അവാർഡ് ലഭിച്ചതെന്നാണ് 2016. അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ 2024 മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരം എന്ന പദവി ലഭിച്ച നഗരം ഏതാണ്? ഭുവനേശ്വർ. പരിസ്ഥിതി സൗഹൃദ കരകൗശല വസ്തുക്കൾക്കായി ആന്ധ്രാപ്രദേശിലെ കരകൗശല വിദഗ്ധർ ഉപയോഗിക്കുന്നത് ഏത് അധിനിവേശ സസ്യമാണ്? വാട്ടർ ഹയാസിന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഭായി ലോഗ്. അപ്പോൾ അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഭായി ലോഗ്. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലാണ് 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്താണ്? തക്കുടു എന്ന പേരിട്ട അണ്ണാനാണ്. അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്ത്? തക്കുടു എന്ന് പേരിട്ട അണ്ണാൻ. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്താണ്? തക്കുടു എന്ന് പേരിട്ട അണ്ണാൻ. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ്? ആലപ്പുഴയിലാണ്. അപ്പോൾ 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ്? ആലപ്പുഴ. 2024 ഇറാൻ ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീമാണ്. അപ്പോൾ 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീം. 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീം. കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടൽ ഏതാണ്? ഐലിംസ് പോർട്ടൽ. അപ്പോൾ എന്താണ് ഐലിംസ് പോർട്ടൽ? കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണ് ഏത്? ഐലിംസ് പോർട്ടൽ.
കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏത്? പ്രകൃതിയോടൊപ്പം. അപ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രകൃതിയോടൊപ്പം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ ഏത്? ജ്ഞാനസ്നാനം. അപ്പോൾ ജ്ഞാനസ്നാനം ആരുടെ നോവലാണ്? സുഭാഷ് ചന്ദ്രന്റെ നോവലാണ്. എന്താണ് പശ്ചാത്തലം? എന്താണ്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര. അപ്പോൾ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ ഏതാണ്? ജ്ഞാനസ്നാനം. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആര്? സഞ്ജീവ് കുമാർ സിംഗ്ല. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? സഞ്ജീവ് കുമാർ സിംഗ്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ചെങ്ങാതി. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്? ചെങ്ങാതി. ഇതിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. ഏത് പുസ്തകമാണ്? ഹമാരി മലയാളം. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ചെങ്ങാതി. ഇതിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരെന്താണ്? ഹമാരി മലയാളം. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏത് വിഭാഗത്തിന്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ. അപ്പോൾ 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏത് വിഭാഗത്തിന്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിന്റെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. അപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിന്റെ അനുഷ്ഠാന നൃത്തമാണേത്? മംഗലം കളി. വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ 2024 സ്കൂൾ യുവജനോത്സവത്തിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. 2024 ഒക്ടോബറിൽ തായ്വാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ക്രാത്തോൺ. അപ്പോൾ 2024 ഒക്ടോബറിൽ തായ്വാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ക്രാത്തോൺ. ഫിലിപ്പീൻസിൽ ക്രാത്തോൺ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജൂലിയൻ. അപ്പോൾ ഫിലിപ്പീൻസിൽ ക്രാത്തോൺ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന ഏതു പേരിലാണ്? ജൂലിയൻ. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏത്? കേരള ഹൈക്കോടതി. അപ്പോൾ ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ലുഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനം പൗർണമി. അപ്പോൾ പൗർണമി എന്താണ്? പുതിയ നെല്ലിനമാണ്. എവിടെ നിന്നാണ് പുറത്തിറക്കിയത്? കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഏറ്റവും പുതിയ നെല്ലിനമാണിത് പൗർണമി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ദീപ്തി. അപ്പോൾ കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ദീപ്തി. 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം ഏത്? മാലിദ്വീപ്. അപ്പോൾ 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം ഏതാണ്? മാലിദ്വീപ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ നെതർലൻഡ്സിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മാർക്ക് റൂട്ടെയാണ്. അപ്പോൾ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെ. നാറ്റോയുടെ 14ാമത്തെ സെക്രട്ടറി ജനറലാണ് ആര്? മാർക്ക് റൂട്ടെ. അപ്പോൾ നാറ്റോയുടെ എത്രാമത്തെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ? 14ാമത്തെ സെക്രട്ടറി ജനറലാണ് ആര്? മാർക്ക് റൂട്ടെ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന
ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വനിത ആരാണ്? നീതു ഡേവിഡ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വനിത ആരാണ്? നീതു ഡേവിഡ്. ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ഡയാന എഡുൽജി. മുൻ ക്യാപ്റ്റനായിരുന്ന ഡയാന എഡുൽജി. അപ്പോൾ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി ആരാണ്? ഡയാന എഡുൽജി. രണ്ടാമത്തെ വ്യക്തി ആരാണ്? നീതു ഡേവിഡ്. ജപ്പാന്റെ പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബ. ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേറു ഇഷിബ. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ആരാണ്? ഹാൻകാങ്. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻകാങ്. ഇന്ത്യയിൽ ഓട്ടിസം അവബോധനത്തിനായി പുസ്തകം പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ ഇന്ത്യയിൽ ഓട്ടിസം അവബോധനത്തിനായി പുസ്തകം പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. 2024 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻകാങ്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബ. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. എത്രാമത് സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ? 14ാമത്തെ സെക്രട്ടറി ജനറലാണ്. നാറ്റോയുടെ 14ാമത്തെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടെ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് നാറ്റോ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ആദ്യത്തെ വനിത ആരാണ്? ആദ്യത്തെ ഇന്ത്യക്കാരി ഡയാന എഡുൽജി. ഡയാന എഡുൽജി. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വനിത ആരാണ്? നീതു ഡേവിഡ്. പൗർണമി എന്താണ്? മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ പുതിയിനം നെല്ലിനമാണേത്? പൗർണമി. കാഴ്ചപരിമിതർക്ക് അക്ഷരവെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ദീപ്തി. 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യമേതാണ്? മാലിദ്വീപ്. ക്രാത്തോൺ എന്താണ്? 2024 ഒക്ടോബറിൽ തായ്വാൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ക്രാത്തോൺ. ഫിലിപ്പീൻസിൽ ഈ ചുഴലിക്കാറ്റിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? ജൂലിയൻ. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ചെങ്ങാതി. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്? ചെങ്ങാതി. ഇതിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഹമാരി മലയാളം. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏത് വിഭാഗത്തിന്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിന്റെ അനുഷ്ഠാന നൃത്തമാണേത്? മംഗലം കളി. എന്താണ് പ്രകൃതിയോടൊപ്പം? കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രമേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണേത്? പ്രകൃതിയോടൊപ്പം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ ഏതാണ്? ജ്ഞാനസ്നാനം. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായതാരാണ്? സഞ്ജീവ് കുമാർ സിംഗ്ല. അടുത്ത ക്വസ്റ്റ്യൻ. 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ്? ആലപ്പുഴ. 2024 ഇറാനി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ടീം. എന്താണ് ഐലിംസ് പോർട്ടല്? കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ എന്നീ 3 വകുപ്പുകളിലെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പോർട്ടലാണിത്. ഐലിംസ് പോർട്ടൽ. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഭായി ലോഗ്. 2024 കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ല. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്ത്? തക്കുടു എന്ന് പേരിട്ട അണ്ണാൻ. അപ്പോൾ പരിസ്ഥിതി സൗഹൃദ കരകൗശല വസ്തുക്കൾക്കായി ആന്ധ്രാപ്രദേശിലെ കരകൗശല വിദഗ്ധർ ഉപയോഗിക്കുന്നത് ഏത് അധിനിവേശ സസ്യമാണ്? വാട്ടർ ഹയാസിന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ. അപ്പോൾ ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ആരെയാണ്? റാണി രാംപാൽ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച റാണി രാംപാൽ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി.
തെലങ്കാനയിലെ മൂസി നദിയുടെ പുനരുജ്ജീവനത്തിന് മാതൃകയായി ഉപയോഗിക്കുന്ന ദക്ഷിണ കൊറിയൻ നദീ പദ്ധതി ഏതാണ്? ഹാൻസ് നദീ പദ്ധതി. 16ാമത് ബ്രിക്സ് ഉച്ചകോടി 2024 എവിടെയാണ് നടന്നത്? കസാൻ, റഷ്യ. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ എത്രയാണ്? 9. 2024 എത്ര അംഗങ്ങൾ കൂടിയാണ് ചേർന്നത്? 4. യാഴ്സ് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? റഷ്യ. 2024 ലോക ഓസ്റ്റിയോപൊറോസിസ് ദിനത്തിന്റെ തീം എന്താണ്? ദുർബലമായ എല്ലുകളോട് നോ പറയുക. ICC വനിതാ T20 ലോകകപ്പ് 2024 നേടിയ രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. കാരക്കോറം വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ്. വടക്ക് ചൈനയുടെയും പടിഞ്ഞാറ് പാകിസ്ഥാന്റെയും അന്താരാഷ്ട്ര അതിർത്തികളായി ഇരിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കാരക്കോറം വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അതിവേഗ ട്രെയിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. അന്താരാഷ്ട്ര മെത്തനോൾ സെമിനാറും എക്സ്പോ 2024 സംഘടിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? നീതി ആയോഗ്. അന്നഭാഗ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമേത്? കർണാടക. ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം എവിടെയാണ്? കർണാടക. 5ാമത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സിമ്പോസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ന്യൂഡൽഹി. 2024 ലോക ആവാസ ദിനത്തിന്റെ തീം എന്താണ്? ഒരു മികച്ച നഗരഭാവി സൃഷ്ടിക്കാൻ യുവാക്കളെ ആകർഷിക്കുന്നു. എന്നു മുതലാണ് ലോക ആവാസ ദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1985 മുതലാണ്. എന്താണ് ലോക ആവാസ ദിനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇന്നത്തെയും ഭാവിയിലെയും ചുറ്റുപാടുകൾ ആസൂത്രണം ചെയ്യുന്നതിൽ യുവാക്കളെ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചതാർക്കൊക്കെയാണ്? ജോൺ ഹോപ്പ്ഫീൽഡും ജെഫ്രി ഹിൻഡനും. പ്ലൂട്ടോയുടെ ഏത് ഉപഗ്രഹത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ വാതകങ്ങൾ അടുത്തിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? ചാരോൺ. കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാന. പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ചാരോൺ. കവാൽ ടൈഗർ റിസർവ് ഏത് നദീതീരത്താണ്? ഗോദാവരി നദീതീരത്താണ്. ഉപഗ്രഹ ശിഥിലീകരണ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ ഡ്രാക്കോ മിഷൻ അടുത്തിടെ പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏത്? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി. ആനശല്യം നിയന്ത്രിക്കുന്നതിന് പരിശീലനം ലഭിച്ച ആനകളെ വിന്യസിക്കാൻ അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, കർണാടക. അപ്പോൾ ജൽഹി അമൃത് പ്രോഗ്രാം ആരംഭിച്ച ഏത് മന്ത്രാലയമാണ്? ഭവന നഗര മന്ത്രാലയമാണ്. ജലത്തിന്റെ കാര്യക്ഷമമായ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോഗ്രാമാണേത്? ജൽഹി അമൃത്. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ എത്തനോൾ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3ാമത്. 2024 ഓഷ്യൻ ദശക സമ്മേളനം എവിടെയാണ് നടന്നത്? സ്പെയിനിലെ ബാഴ്സലോണ. എന്തായിരുന്നു തീം? പ്രമേയം എന്താണ്? നമുക്ക് ആവശ്യമുള്ള സമുദ്രത്തിന് ആവശ്യമായ ശാസ്ത്രം എത്തിക്കുന്നു. ലോകവ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനം എവിടെയാണ് നടന്നത്? അബുദാബി. നേപ്പാൾ ഇന്ത്യ അന്താരാഷ്ട്ര സംസ്കൃത കോൺക്ലേവ് എവിടെയാണ് നടന്നത്? നേപ്പാൾ, കാഠ്മണ്ഡു. സുഡാനു വേണ്ടി ഒരു അന്താരാഷ്ട്ര മാനുഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? പാരീസ്. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷന്റെ ആതിഥേയനും അധ്യക്ഷനുമായ രാജ്യം ഏതാണ്? ഇന്ത്യ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.